ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. നമ്മളത് ജനറൽ സർവീസായിട്ട് വന്നതാണ്. ഇപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, അതേപോലെ 2 മിറർ, സൈഡ് മിറർ 2 മാറ്റി വയ്ക്കണം. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാം. വിങ്കർ സ്വിച്ച് അസംബ്ലി കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചെയിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അടിയുണ്ട്. ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് വണ്ടി ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് കറക്റ്റാണ് നമുക്ക് അതിൻ്റെ പെർഫോമൻസ്, എഞ്ചിൻ്റെ പവർ കറക്റ്റായിട്ട് വീലിലേക്ക് എത്തുന്നത് ഇടയ്ക്ക് റൈസായി പോകുന്നുണ്ട്, ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ വണ്ടി മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലയിൻറ്റുകളാണ്. പിന്നെ അത് കൂടാതെ ഫ്രണ്ട് വീല് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഒരു സൗണ്ട് വ്യത്യാസം വരുന്നുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വർക്കിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസിന് വേണ്ടിയിട്ടാണ് അയച്ചേക്കണേ. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ കംപ്ലയിൻസുകളൊക്കെ നമ്മൾ ഏകദേശം ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരാം. ഏകദേശം അത്ര ചിലവ് വരുന്നൊരു എസ്റ്റിമേറ്റൊക്കെ ആക്കി നോക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡറാണ്. പക്ഷേ നമുക്കതിൻ്റെ ക്യാം തിരിച്ചിട്ട് നമ്മൾ പരമാവധിയും ഉപയോഗിച്ചിട്ടുണ്ട്. ക്യാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈൻഡർ ഏകദേശം മാക്സിമത്തിലാണ് നിൽക്കുന്നത്. നിസ്സാരം കൂടിയാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അത് മാറ്റിയിടണമായിരിക്കും നല്ലത്. അതേപോലെ ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട്, അതൊക്കെ മാറ്റിയിടണം. ബാക്ക് ടയർ തീർന്നിട്ടുണ്ട്, നിസ്സാരം കൂടി ഉള്ളൂ. പക്ഷേ അതിപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ് ഒന്നും ഉൾപ്പെടുത്തണില്ല. അതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിലത്തെ വീൽ ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്താൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടാം, വീലിൻ്റെ ഡാമ്പർ റബ്ബർ മാറ്റി റീസെറ്റ് ചെയ്യാം. ചെയിൻ അടിക്കണ പറഞ്ഞപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കി. അതിൻ്റെ മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ്. അഡ്ജസ്റ്റിങ് പരമാവധി അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. തന്നെയല്ല നമ്മളതിൻ്റെ സ്പോക്കറ്റിൻ്റെ ചെയിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഫ്രണ്ടിലത്തെ സ്പോക്കറ്റൊക്കെ ഓരോ ലെഗ് ഇടവിട്ടുള്ള എല്ലാ ലെഗും ഒടിഞ്ഞു പോയേക്കാം. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റാമെന്നുള്ളതാണ്. കാരണം എന്ന് ചെയ്താൽ അല്ലെങ്കിൽ ബാക്കിയത്തെ പല്ല് കൂടി പോയി കഴിഞ്ഞാൽ ചെയിൻ വെറുതെ കിടന്ന സൗണ്ട് കാണിക്കുള്ളൂ, വണ്ടി മൂവ് ആവില്ല. എൻ്റെ മാക്സിമം ലൈഫായതാണ്, മാറ്റി കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ബാക്കിലത്തെ ഈ സ്പോക്കറ്റിൻ്റെ സ്പോക്കറ്റ് ബെയറിങ്ങിനും പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് കാണിക്കേണ്ടത് എയർ ഫിൽട്ടർ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. അതായത് എയർ ഫിൽട്ടർ പൊടി കയറി അത്യാവശ്യം നല്ല രീതിയിലാണ് ബ്ലോക്ക് ഉണ്ട്. അതുകൂടാതെ കാർബറേറ്ററിൻ്റെ ആ മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിക്കുക. അപ്പോൾ കാർബറേറ്റർ നമ്മളൊന്ന് അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കയറാനായിരിക്കും നല്ലത്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നും വരുന്നില്ല, നമുക്ക് അഡീഷണൽ പേ ചെയ്യേണ്ട വർക്കാണ്. പക്ഷേ നമുക്കത് മിസ്സിങ് കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടെ ചെയ്ത് പോകണമെന്ന് കുറേ കൂടി നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ കഴിച്ചു വിട്ടിട്ടുണ്ട് മാറ്റാനായിട്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്ക് കൂടി മാറ്റി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ കവറിൻ്റെ ഉള്ളിലാണ് ക്ലച്ച് ഡിസ്ക് വരാം. ശരിക്കും ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കിക്കർ അടിക്കുമ്പോഴായാലും നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു ടൈറ്റോട് കൂടിയിട്ട് കിക്കർ താഴ്ന്നു പോവുകയും വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു കംപ്ലയിൻറ്റ് ക്ലച്ച് ഡിസ്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാറ്ററി ഒന്നും വർക്കിംഗ് അല്ല, സെൽഫ് വർക്കിംഗ് അല്ല. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 11 വോൾട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും 6 വോൾട്ടിലേക്ക് പോവുക. ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. പക്ഷേ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്താലും സെൽഫ് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം സെൽഫ് സ്റ്റക്കായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് കേട്ടോ. അത് നമ്മളത് റിപ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് അഴിച്ചാൽ മതി. അതല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ വെക്കുക. കാരണം വെച്ചാൽ ഇപ്പോൾ ബാറ്ററി നമ്മളിപ്പോൾ മാറ്റി വെച്ചാലും സെൽഫിൻ്റെ കേസ് വർക്കിംഗ് ആവില്ല. കാരണം സെൽഫിനകത്തേക്ക് സെൽഫ് സ്റ്റക്ക് അയക്കണ പോലെ എനിക്ക് തോന്നണം മോട്ടർ. അത് അഴിച്ച് ചെക്ക് ചെയ്താലും നമുക്ക് എന്താണ് അതിന് പറ്റിയേക്കണമെങ്കിൽ ദിവസം അറിയാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ മാത്രം അഴിക്കുകയും ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് മാറ്റിയിടണം. കൂട്ടത്തിയുടെ കാർബറേറ്ററും കൂടി ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് പോയി കിടക്കുകയാണ്. അത് സൈഡിൽ കൂടെയൊക്കെ തുരുമ്പ് ചാടി വന്നത് അതിൻ്റെയാണ്. ഫ്രണ്ട് വീൽ അഴിച്ച് അതിൻ്റെ ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്താൽ ഓക്കെയാണ്, കുഴപ്പമുണ്ടാവില്ല. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ. തൽക്കാലം നമുക്ക് കുറച്ച് ഓയിലൊക്കെ കൊടുത്തു നോക്കാം. പിന്നെ സ്പീഡോമീറ്റർ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് വിടിയിച്ച് കളഞ്ഞേക്കാണ്. അപ്പോൾ അത് എനിക്ക് തോന്നണേ നിലവിൽ ഇതിൻ്റെ സെൻസർ ഇതെന്നൊക്കെ പറയുന്ന ഇതൊരു സെൻസർ യൂണിറ്റാണ്. അതുമ്പോൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കേബിൾ കണക്ട് ചെയ്യുക. അത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് വർക്ക് ചെയ്യിപ്പിക്കണതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ സെൻസർ കംപ്ലയിൻറ്റ് വന്നു പോകും, പിന്നീട് അത് വർക്ക് ആവാത്തൊരു കണ്ടീഷനിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എസ്റ്റിമേറ്റിലിടാം. നമ്മൾ നോക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്ത് പോകണമാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ ഫോർക്കിൻ്റെ ലീക്കൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അതൊരു മേജർ ഇഷ്യൂ അല്ല, കാലക്രമേണ നമുക്കതൊരു ലീക്കേജായിട്ട് വരും അത്. പിന്നെ ഫ്രണ്ടിലത്തെ വൈസർ ഒക്കെ പൊട്ടിയിട്ടിരിക്കണേ, ഈ സൈഡൊക്കെ പൊട്ടി ടൈ ചെയ്തിട്ടൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് സൈഡിൽ നിന്നുണ്ട്. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ചേസിൻ്റെ ഭാഗത്തേ
സീറ്റ് വന്ന് അടയണ ഭാഗമൊക്കെ മൊത്തം തുരുമ്പിട്ട് പോയേക്കാണ്. അപ്പോൾ ഇത് ഒന്ന് വെൽഡ് ചെയ്ത് വിലപ്പെടുത്തി ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അത് കൂടാതെ നമുക്കതിൽ ചെയ്സിൻ്റെ ഉള്ളിലടക്കം, അതായത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഫുള്ള് ചെളിയാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് കയറ്റാണെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും ബെറ്റർ അതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇതേപോലെയൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെയിൻറ്റ് ടച്ച് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് സാധാരണ ബോഡി വാഷ് ചെയ്യുമ്പോൾ 150 രൂപയാണെങ്കിൽ ഇതേപോലെ അഴിച്ചു കൊടുക്കുമ്പോൾ 300 രൂപ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. 300 രൂപ പോണതിൻ്റെ അല്ല, നമുക്ക് ആ ചെയ്സിൻ്റെ ഭാഗം ക്ലിയറായിട്ട് റെഡി ആക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യേണ്ട കേസ്. അഴിച്ചു കൊടുത്ത് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ ടൈം തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് അതിന് പൈസ മേടിക്കും. വാട്ടർ സർവീസ് നമ്മുടെ അടുത്ത് ഇല്ല കേട്ടോ, പുറമെ കൊണ്ടുത്ത് ചെയ്യുന്ന കേസാണ്. അത് അവർ ചാർജ് ചെയ്യുന്ന കേസാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഈ സൈഡൊക്കെ തുരുമ്പാണ്, ഈ സൈഡൊക്കെ ഫുള്ള് തുരുമ്പാണത്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ തുരുമ്പ് ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ടച്ച് ചെയ്തിടാനും പറ്റും. പിന്നെ പെട്രോൾ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ലീക്കിൻ്റെ കേസ് നോക്കുമ്പോൾ ടാങ്ക് ഏതാണ്ട് നല്ലൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. കാരണം ഈ സൈഡ് ഈ കാണുന്ന മൊത്തം ഓട്ടയാണ്. ഈ കാണുന്നത് കേട്ടോ, മൊത്തം തുരുമ്പിട്ട് ഓട്ടയായി പോയേക്കണം. ചെറിയ ഓട്ട, ഇത് വലിയ ഓട്ടയാണ്. അതിൻ്റെ ഉള്ളിൽ ഇവിടെ ചെറിയ ഓട്ടകൾ വന്നിട്ടുണ്ട്. ഈ സൈഡുണ്ട്, ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഓട്ട വരും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ ടാങ്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ച് മാറ്റി കളയാണ് ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ തൽക്കാലം നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ EM വെച്ചിട്ട് അടയ്ക്കാനേ പറ്റുള്ളൂ. ഇത് നമ്മൾ വേറെ MCയിലിട്ടാലും നിൽക്കില്ല. റേഡിയേറ്ററൊക്കെ വെൽഡ് ചെയ്യുന്നിടത്ത് കൊടുത്തിട്ട് അവർ EM വെച്ച് അടയ്ക്കിയത് തന്നെയല്ല. നമുക്ക് ഇത്ര ഏരിയയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം എമൗണ്ട് വരാനും സാധ്യതയുണ്ട് കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം എത്രയുള്ളൊരു പീസ് ചെയ്ത് 750 രൂപ കൊടുത്തിട്ടാണ്. EM വയ്ക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് ഉണ്ട്. പക്ഷേ ആ ചെയ്യുന്ന ഭാഗത്ത് തുരുമ്പ് വരില്ല. അത് പുറമെ ചെയ്യണ വർക്കാണ്. പിന്നെ നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളത് കൊടുത്ത് ചെയ്യിക്കാം. അതൊക്കെ ചെയ്തു വരുമ്പോൾ താമസം തന്നെ വർക്കാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്ത് കിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള താമസങ്ങളുണ്ടാവും. വാട്ടർ സർവീസിൻ്റെ കേസൊക്കെ അതിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് ചെളിയുണ്ട് അതിൻ്റെ ഉള്ളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പരമാവധി നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്താൽ നല്ലതാണ്. ഓപ്പണായിട്ട് ചെയ്താൽ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു വിധം മെനക്കി ആക്കി എടുക്കണമെങ്കിൽ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലിടാം. അതിനകത്ത് നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഉൾപ്പെടുത്തുന്നുണ്ട്, ചെയിൻ സ്പോക്കറ്റ് ബെയറിങ്, വീൽ റബ്ബർ, പിന്നെ ചെയ്സിൻ്റെ ഭാഗം വെൽഡിങ് വരും നമുക്ക് ഈ സൈഡ്. പിന്നെ എയർ ഫിൽറ്റർ മാറ്റുന്ന കേസ് ഉൾപ്പെടുത്തുന്നുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന കേസ്, കാർബറേറ്റർ ക്ലീനർ, സ്ലോ ജെറ്റ്, അതിൻ്റെ സർവീസ് ചാർജ് അടക്കമുള്ളൊരു എമൗണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പ്ലഗ് വരും, ക്ലച്ച് ഡിസ്ക്, പ്ലേറ്റ്, പിന്നെ ഫ്രണ്ടിൽ വീൽ ബെയറിങ്, ലേബർ ചാർജ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വീഡിയോസൊക്കെ ഇത് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. കാരണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ പരമാവധി നേരത്തെ ചെയ്യാൻ നോക്കാം. പിന്നെ 2 സൈഡിലത്തെ മിററും പറഞ്ഞിട്ടുണ്ടോ, സൈഡ് മിറർ ഉണ്ടെന്നോ. അതെനിക്ക് തോന്നുന്നു ഈ മോഡൽ വെക്കാതിരിക്കണമായിരിക്കും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാനോ പിടിപ്പിക്കാനൊന്നും പറ്റില്ല. ഈ ഹോണ്ടയിൽ വരുന്നുണ്ട് നല്ല മോഡൽ. അപ്പോൾ ആ മോഡൽ സ്ക്രൂ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വെക്കാൻ, പിന്നെ പൊട്ടാണ്ട് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പൊട്ടിയിട്ടല്ല മാറ്റണേ, കാരണം വെറുതെ ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ നിൽക്കാത്തൊരു കണ്ടീഷനാണത്. അപ്പോൾ ജസ്റ്റ് സജഷൻ പറഞ്ഞു എന്നുള്ളൂ, നോക്കിയിട്ട് പറയാം. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.